ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് മനസ്സിന് വേദന ഉള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മളെ രേണു സുധിക്ക് ഇപ്പോൾ സുഖമില്ലാത്തതായതല്ലേ. അപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ യൂട്യൂബിൽ വന്നിട്ട് പൊങ്കാലിടരുതേ ആരും. ഈ ഒരു അസുഖമായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്കും. അപ്പോൾ ഈ ഒരു അസുഖം ആർക്ക് വേണമെങ്കിലും വരാം, എപ്പം വേണമെങ്കിലും വരാം. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അറിയാം എന്താണ് നമുക്കും ചിലപ്പോൾ ഉണ്ടാവും. പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ട് ചിലപ്പോൾ നേരം മുടക്കുമ്പോൾ എഴുതിച്ചെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥകളാണ് ഇപ്പോഴും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിനെ പിന്നെ ദൈവം അതിനെ അസുഖം കുറച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ആരും അതിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളിത് കണ്ടതാണ്, ഒരുപാട് ഞങ്ങളുടെ അമ്മ കിടന്ന് അനുഭവിക്കണത് കണ്ടതാണ്. ഇനി ഈ കുറ്റം പറയണ നമുക്ക് നാളെ ഈ ഒരു അവസ്ഥയിൽ കൂടെ നമ്മളും കടന്നു പോവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഓരോ യൂട്യൂബേഴ്സ് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ കഴിയുന്നതും ആരെയും ദ്രോഹിക്കാൻ നോക്കരുത്, ഈ ഒരു അവസ്ഥ മുതലെടുക്കാൻ നോക്കരുത്. അത്രയൊക്കെ പറയാനുള്ളൂ. എന്നെ ഇത് കണ്ടിട്ട് ആരും യൂട്യൂബിനകത്ത് വന്നിട്ട് പൊങ്കാലിടരുത്. എന്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അസുഖങ്ങൾ അങ്ങനെയാണ്, അപ്പം ആർക്കും വരാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്ക് ഇത്രേ പറയാനുള്ള. രേണു സുധിക്ക് ഞങ്ങളെയൊക്കെ പ്രാർത്ഥനയുണ്ട്, എല്ലാവരും പ്രാർത്ഥനയുണ്ട്. ഈ ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും.